ഷാജി കൈലാസ് ഈ ഒറ്റ പേര് മതിയായിരുന്നു ഒരു സമയത്ത് സിനിമ കാണാൻ പോകാൻ. എൻ്റെയൊക്കെ ചെറുപ്പത്തിലാണ് ഞാൻ കിങ്ങും ഒക്കെ പോയി കാണുന്നത്. അന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് അധികം പേർക്ക് ഈ പറഞ്ഞ പോലെ മമ്മൂട്ടിയുടെ കിട്ടുകാച്ചി ഇംഗ്ലീഷ് ഡയലോഗുകളൊന്നും മനസ്സിലായില്ലെങ്കിൽ പോലും എല്ലാവരും കൈയടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞാൽ നമുക്കും അറിയത്തില്ല. കാരണം നമ്മളും എല്ലാം കൈയടിക്കുമായിരുന്നു. ഗംഭീര സിനിമകൾ, ആറാം തമ്പുരാൻ, നരസിംഹം, അങ്ങനെ ഇഷ്ടം പോലെ, ഏകലവ്യൻ, സ്ഥലത്തെ പ്രധാന പയ്യൻസ്, കമ്മീഷണർ, എല്ലാവർക്കും സൂപ്പർ. പക്ഷെ അതിനകത്തൊരു കാര്യം ഉണ്ടായിരുന്നു. രഞ്ജി പണിക്കർ എന്ന് പറഞ്ഞ രണ്ട് ഗംഭീര റൈറ്റേഴ്സ് ഇതിനകത്തിനുണ്ടായിരുന്നു. ഈ റൈറ്റേഴ്സ് മാറി അവർ രണ്ടുപേരും സ്വതന്ത്രമായിട്ട് സംവിധാനം ചെയ്ത് മാറിയതോടുകൂടി ഷാജി കൈലാസിൻ്റെ സ്ക്രിപ്റ്റ് ഗംഭീരമായിട്ട് കിട്ടിയ ഷാജി കൈലാസ് തൂക്കുന്ന ആളാണ്. പക്ഷെ ഇന്ന് ഞാൻ വരവ് കണ്ടപ്പം എനിക്ക് ഭയങ്കര നഷ്ടബോധം തോന്നി, ഭയങ്കര മോശം തോന്നി. കാരണം ഇത്രയും ടോപ്പ് പീക്ക് ഡയറക്ടർ, നല്ല പീക്ക് ലെവലിൽ നിന്ന ഡയറക്ടർ ഇപ്പോഴും നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഷാജി കൈലാസ് പറഞ്ഞ സമയം ചെയ്യാവുള്ളൂ എന്ന് എനിക്ക് തോന്നി. കാരണം അത്രയ്ക്കും മോശം സിനിമ ഇപ്പോൾ ഈ വരവ്. എന്തായാലും ഒരു ടോപ്പ് 5 ഫിലിംസ് ആണ് നമ്മൾ എടുക്കുന്നത്. ടോപ്പ് 5-ൽ ഏകലവ്യൻ എടുക്കാം. ഏകലവ്യൻ ഗംഭീര സിനിമയാണ്. പക്ഷെ എനിക്ക് സ്ഥലത്തെ പ്രധാന പയ്യൻസ്, കാരണം ജഗദീഷിനെ പോലൊരു കൊമേഡിയനെ കൊണ്ട് ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ സൂപ്പറായിട്ട് എടുത്തൊരു സിനിമയാണ് സ്ഥലത്തെ പ്രധാന പയ്യൻസ്. ഷാജി കൈലാസിന്റെ ടോപ്പ് 5-ൽ 5th പൊസിഷൻ സ്ഥലത്തെ പ്രധാന പയ്യൻസ് ആണ്. 4th പൊസിഷനിൽ സുരേഷ് ഗോപിയെ ഫയർ ബ്രാൻഡ് ആക്കിയ സാധനം കമ്മീഷണർ. ഒരു രക്ഷയില്ല. അതിനകത്ത് രതീഷിന്റെ വേഷം ഒക്കെ, ഇദ്ദേഹത്തിന്റെ പടങ്ങളിൽ പ്രത്യേകത ഹീറോയ്ക്കൊപ്പം വില്ലൻ കട്ടൊക്കെയായിരിക്കും. നല്ല ക്ലോസപ്പ് ഷോട്ടുകൾ നല്ല സൂപ്പറായിട്ട് ടൈറ്റായിട്ട് എടുക്കും. നല്ല അടിപൊളിയായിരിക്കും. മാസ് ഡയലോഗ്, മാസ് BGM. രാജാമണി ആയിരിക്കും കൂടുതൽ പടത്തിനും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരുക്കിയിരിക്കുന്നത്. നമ്പർ 4 കമ്മീഷണർ. ആൻഡ് നമ്പർ 3 ആറാം തമ്പുരാൻ. ഒരു രക്ഷയില്ലാത്ത സിനിമ. മോഹൻലാലിന്റെ ഐക്കോണിക് ക്യാരക്ടർ കണിമംഗലം ജഗന്നാഥൻ, ഒരു രക്ഷയില്ല. മഞ്ജു വാര്യർ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, അങ്ങനെ സായികുമാർ, തകർത്ത പടം, നല്ല രസം, അടിപൊളി പാട്ട്, ഒരു രക്ഷയില്ലാത്ത സിനിമ. ഷാജി കൈലാസിന്റെ ടോപ്പ് 3. ടോപ്പ് 2 കിങ്. ദി കിങ് എന്ന് പറയുന്നത് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ അതുവരെയുള്ള എല്ലാം ബ്രേക്ക് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ റിലീസ് ചെയ്ത സിനിമ, ആ വർഷത്തെ ഇയർ ടോപ്പറായ സിനിമ. മമ്മൂട്ടി, ദേവൻ, സുരേഷ് ഗോപി, അങ്ങനെ എല്ലാവരും, മുരളിയൊക്കെ തകർത്ത്, കുതിരവട്ടം പോലും തകർത്ത് അഭിനയിച്ച സിനിമയാണ്. നമ്പർ 2 പൊസിഷനിൽ കിങ് ആണ്. നമ്പർ 1 നരസിംഹം. മോഹൻലാൽ കേന്ദ്ര കഥാപാത്രം, മമ്മൂട്ടി തകർത്ത് വന്ന് ഒരു 20 മിനിറ്റ് തകർത്ത് കൊണ്ടാടിയ കഥാപാത്രം. ഈ പറഞ്ഞ പോലെ അടിപൊളി ക്യാരക്ടേഴ്സ്, നരേന്ദ്രപ്രസാദ്, NF വർഗീസും എല്ലാം തകർത്താടിയ ആക്ഷൻ ആയിക്കോട്ടെ, പോമോനെ ദിനേശ ഡയലോഗ് ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും സൂപ്പറായ സിനിമ. നമ്പർ 1 പൊസിഷൻ നരസിംഹം. എന്തായാലും നിങ്ങളുടെ റേറ്റിംഗ്, നിങ്ങളുടെ പൊസിഷൻ കൃത്യമായിട്ട് പറയുക. ഷാജി കൈലാസിന്റെ ടോപ്പ് 5-ൽ നിങ്ങൾ എങ്ങനെയാണ് റേറ്റ് ചെയ്യുന്നത്? ഷാജി കൈലാസ് തീപാർന്ന ഡയറക്ടറാണ്. ഷാജി കൈലാസിന്റെ ടോപ്പ് 5 ഫിലിംസ് നിങ്ങൾ കമന്റ്സിൽ കൊടുക്കുക.